Okay, നമ്മുടെ ടോപ്പിക്ക് റെഫ്രിജറേഷൻ ആണ്. അപ്പം എന്താണ് റെഫ്രിജറേഷൻ? സോ പ്രോസസ് ഓഫ് റിമൂവിങ് ഹീറ്റ് ഫ്രം എ ഹോട്ട് ബോഡി ബൈ മെക്കാനിസം ഓഫ് പ്ലേസിങ് എ കോൾഡ് ബോഡി. ശരിക്കും പറഞ്ഞാൽ എന്താണ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ, ദ ടേം റെഫ്രിജറേഷൻ മീൻസ് കൂളിംഗ് എ സ്പേസ്, substance or system to lower or maintain its temperature below the ambient one. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെക്കാട്ടിലും വളരെ താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ ഒരു സബ്സ്റ്റൻസിനെയോ അല്ലെങ്കിൽ ഒരു സ്പേസിനെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയോ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആണ്. അതുപോലെ തന്നെ energy in the form of heat is removed from a low temperature reservoir and transferred to a high temperature reservoir. ശരിക്കും പറഞ്ഞാൽ റെഫ്രിജറേറ്ററിൻ്റെ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അത് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലോട്ട് കൊടുക്കുകയാണ്. ശരിക്കുള്ള നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോട്ട് റീജിയനിൽ നിന്ന് കോൾഡ് റീജിയനിലേക്കാണ് ഹീറ്റ് ട്രാവൽ ആവുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യം, തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോയിൽ ക്ലേഷർ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന്, അതായത് ഹയർ റിസർവോയറിൽ നിന്ന് ലോവർ റിസർവോയറിലോട്ടാണ് ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് തിരിച്ചു ആവാൻ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ടെങ്കിൽ എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ തിരിച്ചുള്ള ഡിവൈസ്, അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലോട്ടാണ് ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്, തിരിച്ചു ആവാൻ ഒരു എക്സ്റ്റേണൽ ബോഡി ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസ്, ആ ഡിവൈസാണ് ശരിക്കും പറഞ്ഞാൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. So refrigeration is the science of moving heat from low temperature to high temperature. അതാണ് ശരിക്കുള്ള റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ റിമൂവ് ഹീറ്റ് ഫ്രം ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് റിജക്ട് ദ ഹീറ്റ് ടു അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസ് എവിടെയാണോ നമ്മൾ റെഫ്രിജറേഷൻ എഫക്റ്റ് കൊണ്ടുവരുന്നത്, ആ സ്പേസിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ലോവർ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ സിസ്റ്റം ദാൻ ഇറ്റ് സറൗണ്ടിങ് ഈസ് നോൺ ആസ് എ റെഫ്രിജറേഷൻ സിസ്റ്റം ആൻഡ് ദ ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻസൈഡ് ദി സിസ്റ്റം നോൺ ആസ് റെഫ്രിജറൻറ്റ്. ശരിക്കുള്ള ഈ എക്യുപ്മെൻറ്റിൻ്റെ സിസ്റ്റത്തെ നമ്മൾ പറയുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റം എന്നാണ്. നമുക്ക് സിസ്റ്റം സറൗണ്ടിങ് ബൗണ്ടറി ഒക്കെ തെർമോഡൈനാമിക്കിൽ പഠിക്കുന്നതാണ്. അത് ഒന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഇത് സറൗണ്ടിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് റെഫ്രിജറൻ്റ് എന്ന്. സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരാം. ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം. സോ മെയിൻലി ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫുഡ് പ്രൊഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതിനെ പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഡ്രഗ്സ്, വാക്സിൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ എയർ കണ്ടീഷനിങ് പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഐസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ചില എഫിഷ്യൻ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറും അതുപോലെ വർക്ക് സ്റ്റേഷനും ഒക്കെ നമ്മൾ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ആയിട്ടുള്ള എന്ത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ. സോ അപ്പോൾ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ളതുണ്ടാവും. അതിലൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, അതായത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. എന്താണ് ആ ലിക്വിഡ് റെഫ്രിജറൻ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതിന് ഇവാപ്പറേറ്റ് ചെയ്യാനും കണ്ടൻസ് ചെയ്യാനും പറ്റുന്ന ഇതാണ്. അതായത് ഒരേ സൈക്കിളിൽ തന്നെ രണ്ട് പ്രോസസ്സുകൾ അതിന് നടത്താൻ സാധിക്കും. അതായത് അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദി റെഫ്രിജറേറ്റഡ് സ്പേസ് ആൻഡ് ഫോർ റിജക്റ്റിംഗ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്. അതായത് ഒരു സ്പേസിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അത് ഇവാപ്പറേറ്റ് ആയി അതിനുശേഷം അതിനെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നത്, ലിക്വിഡിലേക്ക് മാറാനുള്ള കഴിവ്. അതായത് ആ പറയുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റിന് ഓൾട്ടർനേറ്റ്ലി ഇവാപ്പറേറ്റ് ചെയ്യാനും കണ്ടൻസ് ചെയ്യാനുള്ള കഴിവ്. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനും ആ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യാനും പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഡയഗ്രത്തിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് കമ്പോണൻസ് കാണാം. അതായത് ഒന്ന് ഇവാപ്പറേറ്ററാണ്, അതിനുശേഷം കാണുന്നത് കംപ്രസറാണ്, പിന്നെ കാണുന്ന കണ്ടൻസർ ഉണ്ട്, പിന്നെ ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. അപ്പോൾ 4 കമ്പോണൻ്റ് ആണ് ബേസിക്കലി നമുക്ക് ഉള്ളത്. അതായത് ഇവാപ്പറേറ്റർ ഉണ്ട്, കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ അതിനകത്തെ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കംപ്രസറിൻ്റെ പ്രത്യേകത, കംപ്രസർ ചെയ്യുന്നത് അതിലേക്ക് എത്തുന്ന ഏതൊരു മെറ്റീരിയലിനെ അത് കംപ്രസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് നമുക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം, ഇവാപ്പറേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഇവാപ്പറേറ്ററിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതായത് കോൾഡ് റെഫ്രിജറേറ്റഡ് സ്പേസ് എന്ന്. അതായത് അവിടെ ഏത് സ്പേസിലാണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൊണ്ടുവരുന്നത് ആ സ്പേസിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഇവാപ്പറേറ്ററാണ്. സോ ഇവാപ്പറേറ്ററിലിരിക്കുന്ന ആ റെഫ്രിജറൻറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അത് ലിക്വിഡ് ഫോമിലാണ്. അവിടെ നിന്ന് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് വേപ്പർ ഫോമിലോട്ട് മാറുന്നു. അപ്പോൾ ഒരു ഫേസ് ചേഞ്ച് സംഭവിച്ചത് ഇവാപ്പറേറ്ററിലാണ്. ഏത് സ്ഥലത്ത് നിന്നാണോ നമുക്ക് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യേണ്ടത് ആ സ്ഥലത്തിരിക്കുന്നത് ഇവാപ്പറേറ്ററാണ്. അതിനകത്തിരിക്കുന്നത് ആ ലിക്വിഡ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലാണ്. സോ അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു? ഇത് വേപ്പറായി മാറുന്നു. ഇനി ഈ വേപ്പറിനൊരു പ്രത്യേകതയുണ്ട്. ആ വേപ്പറിന് ലോ ടെമ്പറേച്ചറും ലോ പ്രഷറും ആയിരിക്കും. ഇനി ഈ ലോ പ്രഷർ ആയിട്ടുള്ള ഈ വേപ്പർ ഇവാപ്പറേറ്ററിൽ നിന്ന് കംപ്രസറിലോട്ടാണ് കടന്നു വരുന്നത്. ഈ കംപ്രസറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്, അതിനെ കംപ്രസ് ചെയ്യുന്നു. സോ അത് അഡയബാറ്റിക്കലിയാണ് കംപ്രസ് ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അത് കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. സോ കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ വേപ്പർ ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹൈ പ്രഷറും ആയിരിക്കും. ഇനി ഇത് കണ്ടൻസറിലോട്ട് വരുന്നു. കണ്ടൻസറിൻ്റെ പ്രത്യേകത, കണ്ടൻസറിലോട്ട് ഇത് വരുന്നത് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആയിട്ടുള്ള ഒരു വേപ്പർ ഫോമാണ്. സോ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആംബിയൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പം കണ്ടൻസറിൽ ഇരിക്കുന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിനെക്കാട്ടിലും വളരെ കൂടുതലാണ്. സോ നാച്ചുറലായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവും. അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലോട്ട് ഹീറ്റ് ഫ്ലോ ചെയ്യും. അതേപോലെ തന്നെ കണ്ടൻസറിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആവും. സോ അവിടെ വെച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു. അതായത് അത് വേപ്പറിൽ നിന്ന് തിരിച്ച് ലിക്വിഡിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി വരുന്നു. പാർഷ്യലി ആണത് ലിക്വിഡിലോട്ട് ആവുന്നത്, ഫുള്ളി അത് കൺവേർട്ടായി ലിക്വിഡിലോട്ട് വരുന്നില്ല. സോ കണ്ടൻസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ പാർഷ്യലി ആയിട്ടുള്ള വേപ്പർ, അതായത് കുറച്ച് അത് ലിക്വിഡായി പക്ഷേ പൂർണ്ണമായിട്ട് ലിക്വിഡ് ആയിട്ടില്ല. സോ ആ ഒരു റെഫ്രിജറൻറ്റ് അതിൻ്റെ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ്. കാര്യം എന്താ? കണ്ടൻസറിൽ വെച്ച് അത് ഹീറ്റിനെ എന്ത് ചെയ്തു? പുറത്തേക്ക് കളഞ്ഞു. സ്വാഭാവികമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? താഴും. അതേപോലെ തന്നെ അതിൻ്റെ പ്രഷറിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പം കണ്ടൻസറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹൈ പ്രഷർ അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്ന എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൽവ് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ്, ഈ മൂന്നെണ്ണം ഒറ്റ ടൈമിനെ തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്കിത് എക്സ്പാൻഷൻ വാൽവ് എന്ന് തന്നെ വിളിക്കാം. ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ പ്രത്യേകത, അതിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ ഡ്രോപ്പ്, അതായത് ഹൈ പ്രഷറായിരുന്ന വേപ്പറിനെ പാർഷ്യലി ആയിട്ടുള്ള നമ്മുടെ റെഫ്രിജറൻറ്റിനെ എന്തിലേക്ക് മാറ്റുന്നു? ലോ പ്രഷറിലേക്ക് മാറ്റുന്നു. സ്വാഭാവികമായിട്ട് അവിടെ ടെമ്പറേച്ചറും ഡ്രോപ്പ് സംഭവിക്കും. അപ്പോൾ ഇതുമൂലം വീണ്ടും അത് പൂർണ്ണമായിട്ട് ലിക്വിഡ് ഫോമിലോട്ട് വരികയാണ്. ഇനി നമുക്ക് സൈക്കിൾ ഒന്ന് തിരിച്ചു നോക്കാം. അതായത് ഇവാപ്പറേറ്ററിലേക്ക് വരുന്നത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ആയിട്ടുള്ള ലിക്വിഡ് ആയിരുന്നു. അത് ഇവാപ്പറേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഏത് സ്പേസിനെയാണോ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ ആ ഹീറ്റ് അബ്സോർബ് ചെയ്യേണ്ടത് അവിടെ നിന്ന് നമ്മളത് അബ്സോർബ് ചെയ്യുന്നു. ഉടനെ തന്നെ അതിൻ്റെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക്. ആ വേപ്പർ ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ലോ ടെമ്പറേച്ചറും ലോ പ്രഷറിലും ആണെങ്കിൽ അത് നേരെ കണ്ടൻസറിലോട്ട് കംപ്രസറിലോട്ട് കയറ്റുന്നു. ആ കംപ്രസർ വെച്ച് നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അത് കണ്ടൻസറിൽ വരുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ട് വെച്ച് നോക്കുമ്പോൾ ആ റെഫ്രിജറൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ വേപ്പർ ഫോമിലിരിക്കുന്ന റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആംബിയൻ ടെമ്പറേച്ചറിനേക്കാളും വളരെ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്ത് അത് കൂൾ ചെയ്യും. ശേഷം വരുന്നത് എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്നു വരുമ്പോൾ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്നു. നേരെ വീണ്ടും ഇവാപ്പറേറ്ററിലേക്ക് വരുന്നത് ഒരു ലിക്വിഡ് ഫോമായിട്ടാണ്. സോ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഡ്യൂറിങ് ദി ഇവാപ്പറേഷൻ പ്രോസസ് ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ. അപ്പോൾ നമുക്കിനി ബേസിക് കമ്പോണൻസിലേക്ക് വരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്രസറാണ്. അപ്പോൾ കംപ്രസർ എന്താണ് ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള നമ്മുടെ റെഫ്രിജറൻറ്റ് വേപ്പറിനെ, അതായത് ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പറിനെ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറാക്കി മാറ്റുന്നു. അതാണ് കംപ്രസറിൻ്റെ ജോലി. ഇനി കണ്ടൻസർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് വേപ്പറിനെ കംപ്രസറിൽ നിന്ന് വന്ന ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റിനെ കണ്ടൻസ് ചെയ്യുന്നു ബൈ റിജക്റ്റിംഗ് ഇറ്റ്സ് ലേറ്റൻറ്റ് ഹീറ്റ് ടു ദി കൂളിംഗ് വാട്ടർ.
at ambient temperature or reject heat to the ambient air. രണ്ട് രീതിയിലാണ് നമുക്കത് കൂൾ ചെയ്യാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് വാട്ടർ ഉപയോഗിച്ച് കൂൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആംബിയൻറ്റ് എയർ ഉപയോഗിച്ച് കൂൾ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൽവ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ പറയാം. സോ ഇവിടെ ത്രോട്ടിൽ വാൽവ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കണ്ടൻസറിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. സോ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഫേസ് ചേഞ്ച് പൂർണ്ണമായിട്ടും വേപ്പറിൽ നിന്ന് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അവിടുത്തെ പ്രഷറിനെ കുറയ്ക്കുകയും ടെമ്പറേച്ചറും കുറയുന്നു. വീണ്ടും ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവാപ്പറേറ്ററിലേക്ക് വരുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു കാര്യം ഓർക്കുക, ഇവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. അത് രണ്ട് രീതിയിലാണ് ഫേസ് ചേഞ്ച് നടത്തുന്നത്. ഒന്ന് ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്കും, അതുപോലെ തന്നെ വേപ്പറിൽ നിന്ന് ലിക്വിഡിലേക്കും. രണ്ടയ്ക്കും കമ്പണൻസിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. ഒന്ന് ഇവാപ്പറേറ്ററിൽ വെച്ചിട്ട് ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്കും, അതുപോലെ കണ്ടൻസറിൽ വെച്ചിട്ടാണ് നമ്മൾ വേപ്പറിൽ നിന്ന് ലിക്വിഡിലേക്കും മാറ്റുന്നത്. സോ ഇതാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നാണ്. ഏത് സ്പേസിനെയാണോ തണുപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിൽ നിന്നാണോ ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യേണ്ടത്, അത് ഇവാപ്പറേറ്ററാണ് ചെയ്യുന്നത്. സോ ഇതാണ് സൈക്കിൾ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും ഏതൊക്കെ റീജിയനിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബുക്കിൽ, നിങ്ങളുടെ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഇതാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത് കാണാം കണ്ടൻസറിൽ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് രീതിയിലുള്ള ഒരു കൂളിംഗ് സെക്ഷൻ. പിന്നെ ഒന്ന് ബ്രൈൻ സൊല്യൂഷനാണ്. ബ്രൈൻ സൊല്യൂഷൻ മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു റേഞ്ചാണ്. ബ്രൈൻ സൊല്യൂഷൻ വഴി നമുക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യാം. അതായത് അവിടെ ബ്രൈൻ സൊല്യൂഷൻ നമ്മൾ നോർമലി കാണുന്നത് കാൽസ്യം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും ഒക്കെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് റെഫ്രിജറേറ്ററിലേക്ക് വരാം. എന്താണ് റെഫ്രിജറേറ്റേഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, റെഫ്രിജറേറ്റർ എന്താണെന്ന് പറഞ്ഞു, റെഫ്രിജറൻ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടേമുകളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തെർമോഡൈനാമിക്കിലെ സെക്കൻഡ് ലോയിലെ ക്ലേഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലോട്ട് ഹീറ്റ് ട്രാവൽ ചെയ്യും, തിരിച്ചു പോവാം ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ടെന്ന് പറയുന്നതിലാണ് ഈ റെഫ്രിജറേറ്റർ. സോ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ മീഡിയം ടു ഹൈ ടെമ്പറേച്ചർ one requires special device called refrigerator. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. The main objective of this refrigerator is to maintain the space at lower than ambient temperature. അതായത് ambient temperature അല്ലെങ്കിൽ surrounding temperatureനെക്കാട്ടിലും ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്പേസിൻ്റെ ടെമ്പറേച്ചറിനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ റെഫ്രിജറേറ്ററിൻ്റെ ആ സെൻറ്ററിലുള്ള സർക്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 4 കമ്പോണൻറ്റിൻ്റെ ഒരു ഡ്രോയിങ് കാണാം. അതായത് ഒന്ന് ഇവാപ്പറേറ്ററും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ വാൽവുമാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഫ്രിജറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവാപ്പറേറ്ററിൻ്റെ പോർഷനിലോട്ടാണ് നമ്മളൊരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് കോൾഡ് റെഫ്രിജറേറ്റഡ് സ്പേസ് എന്ന്. അതായത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? വാം എൻവയോൺമെൻറ്റിലേക്ക് വിടുന്നു. അപ്പോൾ ഇതിന് വേണ്ടി ഒരു വർക്ക് വേണം. അതാണ് ആ റിക്വയർഡ് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നോർമലി ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ വീടുകളിലുണ്ടായിരുന്ന ഫ്രിഡ്ജിൻ്റെ ഒരു കോയിൽ സർക്കുലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും താഴെ കംപ്രസർ കാണാം, അതുപോലെ തന്നെ കണ്ടൻസർ കോയിലുണ്ട്, കാപ്പിലറി ട്യൂബ് കാണാം, ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ കാണാം, ഫ്രീസർ കമ്പാർട്ട്മെൻറ്റ് കാണാം, അതുപോലെ തന്നെ നമ്മൾ സാധാരണ താഴത്തെ കമ്പാർട്ട്മെൻറ്റ് കാണാം. നോർമലി കിച്ചൻ്റെ എയർ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫ്രീസറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് -18 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് താഴെ 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. സോ നെക്സ്റ്റ് വൺ നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിലേക്ക് വരാം. എന്താണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്? അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം ഫ്രം ദി സ്പേസ് ടു ബി കൂൾഡ് ബൈ ദി റെഫ്രിജറേഷൻ പ്രോസസ്സ്. അല്ലെങ്കിൽ അതായത് ഏത് സ്പേസിൽ നിന്നാണോ, ഏത് സ്പേസിനെയാണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിൽ നിന്നാണോ നമുക്ക് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യേണ്ടത്, ആ സ്പേസിൻ്റെ നമ്മളൊരു പെർ യൂണിറ്റ് ടൈമിൽ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ് ചെയ്യുവാണ്. അതായത് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം ഫ്രം ദ സ്പേസ് ടു ബി കൂൾഡ് ബൈ ദി റെഫ്രിജറേഷൻ പ്രോസസ്സ്. റെഫ്രിജറേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ഏത് സ്പേസിനെയാണ് നമ്മൾ കൂൾ ചെയ്യുന്നത്, അവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ് ചെയ്യുന്നു പെർ യൂണിറ്റിൽ. അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് ഓർ കിലോ ജൂൾ പെർ സെക്കൻഡ് ഓർ കിലോ ജൂൾ പെർ മിനിറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കപ്പാസിറ്റി ഓഫ് എ റെഫ്രിജറേറ്റർ.
Next one. Rating of refrigeration machine is given by a unit of refrigeration known as ton of refrigeration. Normally refrigeration rating നോക്കിക്കഴിഞ്ഞാൽ 1 ton 1 ton നമ്മൾ വീട്ടിൽ ഒരു AC മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നോക്കുന്നത് എത്ര ടണ്ണിൻ്റെയാണെന്ന് അപ്പോൾ 1 ആണോ 1.5 ആണോ അതൊക്കെ നമ്മുടെ റൂമിൻ്റെ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് അത് കൊണ്ടുവരുന്നത് അവിടുത്തെ എൻവയോൺമെൻറ്റ് സാഹചര്യം എത്ര ഏരിയ ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ടൺ വേണോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് റെഫ്രിജറേഷൻ മെഷീൻ്റെ റേറ്റിംഗ് കാണിക്കുന്നത് അല്ലെങ്കിൽ യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യിപ്പിക്കുന്നത് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ? അതായത് 1 ton of refrigeration is defined as the amount of refrigerating effect obtained by the melting of 1 ton of ice at 0 degrees Celsius to 0 degrees Celsius water in 24 hours. അതായത് നമ്മളൊരു റൂമിലേക്ക് 1 ടൺ ഐസ് കൊണ്ട് വെക്കുകയാണ്. ആ ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി 24 മണിക്കൂർ നമ്മൾ സമയം കൊടുക്കുമ്പോൾ ആ 24 മണിക്കൂർ കൊണ്ട് ആ ഐസ് ആ റൂമിലുള്ള എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് മെൽറ്റ് ആയത്. അതായത് എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വേണമായിരുന്നു അതിന് 24 മണിക്കൂറിൽ മെൽറ്റ് ആവാൻ, അതേ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ് അതേ സെയിം റൂമിൽ 1 ടണ്ണിൻ്റെ AC നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അത് കൂൾ ചെയ്യാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതും ഈക്വലായിട്ട് വരും. ഇതാണ് അതിൻ്റെ അതായത് 1 ടൺ ഓഫ് ഐസ് ഒരു റൂമിൽ നമ്മൾ 24 അവർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അത് എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എത്രയാണോ അത് തന്നെയായിരിക്കും ഒരു AC അതേ റൂമിൽ തന്നെ അതിനെ കൂൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്. So the performance of refrigerator are expressed in terms of the coefficient of performance, അതായത് COP. സോ ഈ COP എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്ട് ബൈ വർക്ക് ഇൻപുട്ട് എന്നാണ്. അതായത് ഡിസൈഡ് ഔട്ട്പുട്ട് എത്രമാത്രം ഔട്ട്പുട്ട് ആണോ നമുക്ക് വരേണ്ടത് നമ്മൾ എത്രമാത്രം ഇൻപുട്ട് കൊടുത്തു, അതായത് ഡിസൈഡ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സിംപ്ലി പറഞ്ഞാൽ Q/W. അതായത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എത്രമാത്രം ഉണ്ട് അതേ ബൈ നമ്മൾ എത്ര ഇൻപുട്ടാണ് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തത്. അതാണ് ഈ റെഫ്രിജറേറ്ററിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അതായത് COP. സോ റെഫ്രിജറൻ്റ് എന്താണെന്ന് നമുക്കിനി പഠിക്കാം. ഇപ്പോൾ നമ്മൾ എന്താണ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നോക്കി അതിലൊരു എക്സാമ്പിൾ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിച്ചു. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ എന്താണെന്ന് മനസ്സിലാക്കി. അതേപോലെ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ് റെഫ്രിജറൻസ് എന്താണ്. സോ റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് അല്ലേ? എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു റെഫ്രിജറൻ്റ്, അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കോൾഡ് പ്ലേസിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഹോട്ട് പ്ലേസിൽ കൊണ്ട് വിടും. അപ്പോൾ കാരിയർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡ് പ്ലേസ് ടു എ ഹോട്ട് പ്ലേസ് ആണ്. ഇതൊരു വർക്കിംഗ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ എ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഫേസ് ചേഞ്ച് നടത്തുന്നു. ലിക്വിഡ് ടു വേപ്പർ. ലിക്വിഡ് ടു വേപ്പറിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ആവുന്നത്? അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് അത് ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവാപ്പറേറ്ററിൻ്റെ കാര്യം എന്തായിരുന്നു? ഏത് സ്പേസിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിൽ നിന്നാണോ ഹീറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യേണ്ടത് അവിടെ നിന്ന് അത് അബ്സോർബ് ചെയ്യുമ്പോൾ വേപ്പറിലേക്ക് മാറുകയാണ്. അതാണ് ഇവിടുത്തെ പറയുന്ന ഫേസ് ചേഞ്ച്, അതായത് ലിക്വിഡ് ടു വേപ്പർ, അതായത് ഹീറ്റ് അബ്സോർബിങ്. ഇനിയുണ്ട് വേപ്പറിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറി? ലിക്വിഡിലേക്ക് മാറി. കണ്ടൻസറിൽ പോയിട്ട് നമ്മൾ അതാണ് ചെയ്തത്. എന്ത് ചെയ്തു? ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വേപ്പറിൽ നിന്നത് ലിക്വിഡിലേക്ക് മാറി. സോ ഫേസ് ചേഞ്ച് നടത്താൻ പറ്റുന്നത് ഒന്നാണ് എന്ത്? റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത്. ഇനി റെഫ്രിജറൻസ് പലതരമുണ്ട്. വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് റെഫ്രിജറേറ്ററിലെ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് പല എക്സാമ്പിളുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് അമോണിയ എന്ന് പറയുന്നത്. സോ അമോണിയ നമ്മൾ ഉപയോഗിക്കുന്നത് ഐസ് പ്ലാന്റിൽ അല്ലെങ്കിൽ ലാർജ് കോൾഡ് സ്റ്റോറേജിൽ അല്ലെങ്കിൽ സ്കേറ്റിംഗ് റിങ്സ് അതുപോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? അമോണിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ അമോണിയ എന്ന് പറയുന്നത് ഒരു റെഫ്രിജറൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ആ അമോണിയ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഐസ് പ്ലാന്റിലും ലാർജ് കോൾഡ് സ്റ്റോറേജിലും സ്കേറ്റിംഗ് റിങ്സിലും. ഇതേപോലെ ഒരു റെഫ്രിജറൻ്റ് ആണ് എന്ത്? കാർബൺ ഡയോക്സൈഡ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മറൈൻ റെഫ്രിജറേറ്ററിലും മേക്കിംഗ് ഡ്രൈ ഐസിലും വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഇനി ഫ്ലൂറോ കാർബണിൻ്റെ ഒരു റെഫ്രിജറൻ്റ് ഉണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്, അതായത് CFC. ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ക്ലോറിനും ഫ്ലൂറിനും കാർബണും കൂടെയാണ്. അതുകൊണ്ടാണ് അതിനെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സ്പെസിഫിക് നെയിം കൊടുക്കും. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള പേര് പോലെ തന്നെ ഇതിനൊരു പേര് കൊടുക്കും. അതാണ് R11 എന്നുള്ളത്. അതേപോലെ തന്നെ R12, R13. ഇപ്പം നമ്മൾ ഈ R11 അല്ലെങ്കിൽ R12, R13 എന്ന് മനസ്സിലാക്കി അതൊരു റെഫ്രിജറൻ്റ് ആണെന്നും അത് എന്താണ്? CFC ആണെന്നും മനസ്സിലാക്കണം. ഇതേപോലെ തന്നെയാണ് HCFC എന്നുള്ളത്, അതായത് ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെയിമിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് R22 അല്ലെങ്കിൽ R134A
എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഏത് റെഫ്രിജറൻ്റ് ആണെന്ന്. സോ CFC and HCFC are used in domestic refrigerators, water coolers, air conditioning plant, cold storage etc. അപ്പോൾ നമ്മളിപ്പം കണ്ട ഈ 3 റെഫ്രിജറൻറ്റും പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സാഹചര്യം അനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റുകൾ വ്യത്യസ്തമാണ്. ഒരേ റെഫ്രിജറൻ്റ് അല്ല യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് റെഫ്രിജറൻസ് ഉണ്ട്. ഓരോ ടൈപ്പ് അല്ലേ, എത്ര ടൈപ്പ് എന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് മെയിൻലി ഇത് 2 ടൈപ്പാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഒന്ന് പ്രൈമറി റെഫ്രിജറൻ്റ് എന്നും പിന്നെ ഒന്ന് സെക്കൻഡറി റെഫ്രിജറൻ്റ് എന്നുമാണ്. സോ എന്താണ് പ്രൈമറി റെഫ്രിജറൻ്റ്? പാസ് ത്രൂ ദി പ്രോസസ് ഓഫ് കംപ്രഷൻ, കൂളിംഗ് ഓർ കണ്ടൻസേഷൻ, ഇവാപ്രേഷൻ. അതായത് നമുക്കിതിനെ കംപ്രസ് ചെയ്യാനും ഇതിനെ കണ്ടൻസ് ചെയ്യാനും ഇവാപ്രേറ്റ് ചെയ്യാനും പറ്റുന്ന റെഫ്രിജറൻ്റ് ആണെങ്കിൽ അത് നമ്മൾ പ്രൈമറി റെഫ്രിജറൻ്റ് ആയിട്ട് കണക്കാക്കും. അതായത് എക്സാമ്പിൾ അമോണിയ, കാർബൺ ഡയോക്സൈഡ്, ഫ്ലൂറോ കാർബൺ എക്സെട്ര. ഇങ്ങനെയുള്ളതെല്ലാം എന്തായിരിക്കും? പ്രൈമറി റെഫ്രിജറൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് കംപ്രസ് ചെയ്യാനും അതിനെ കണ്ടൻസ് ചെയ്യാനും ഇവാപ്രേറ്റ് ചെയ്യാനും പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ പ്രൈമറി റെഫ്രിജറൻ്റ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. ഇനി സെക്കൻഡറി റെഫ്രിജറൻ്റ് ഉണ്ട്. ഡു നോട്ട് ഗോ ത്രൂ ദി സൈക്ലിക് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് എ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി മാത്രമാണ് എന്തുപയോഗിക്കുന്നത്? സെക്കൻഡറി റെഫ്രിജറൻസ് ഉപയോഗിക്കുന്നത്, അതായത് വാട്ടർ. ഇതിനാകെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ നടത്താം അല്ലേ, അത് മാത്രമേ അതിന് പറ്റത്തുള്ളൂ. അപ്പം മെയിൻലി നമ്മൾ തരംതിരിക്കേണ്ടതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യം, ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് സെക്കൻഡറി റെഫ്രിജറൻ്റ് ആണ്. അത് മെയിൻലി വാട്ടർ തന്നെയാണ്. നെക്സ്റ്റ് ഇവാപ്രേറ്റ് ചെയ്യാനും കണ്ടൻസ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും സാധിക്കുന്നു എങ്കിൽ അത് പ്രൈമറി റെഫ്രിജറൻ്റ് ആണ്. അതിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അമോണിയ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ ഫ്ലൂറോ കാർബൺ എക്സെട്ര. ഇങ്ങനെയുള്ളതെല്ലാം ആയിരിക്കും റെഫ്രിജറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ ഒരു റെഫ്രിജറൻറ്റ് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് സെർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് റെഫ്രിജറൻ്റ് എടുക്കേണ്ടി വന്നേനെ. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടൻസിങ് ആൻഡ് ഇവാപ്രേറ്റിംഗ് പ്രഷർ. അതായത് ബോത്ത് കണ്ടൻസിങ് ആൻഡ് ഇവാപ്രേറ്റിംഗ് പ്രഷർ ഓഫ് റെഫ്രിജറൻറ്റ് ഷുഡ് ബി എബോവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു അവോയ്ഡ് ലീക്കേജ് ഓഫ് എയർ ഇൻ ടു എ സിസ്റ്റം. അതായത് കണ്ടൻസ് ചെയ്യാനും ഇവാപ്രേറ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു റെഫ്രിജറൻ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു പ്രഷറിലുള്ളതായിരിക്കണം ഈ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീക്കേജ്, എയറിലോട്ടുള്ള ലീക്കേജ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. The critical temperature of the refrigerant should be high enough as compared to the condensing temperature to reduce the power requirement. അതായത് ഇതിൻ്റെ ഫേസ് ചേഞ്ച് നടത്താൻ പറ്റുന്ന ടെമ്പറേച്ചർ, അതായത് ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് റെഫ്രിജറൻറ്റ് ഷുഡ് ബി ഹൈ ആയിരിക്കണം കമ്പയർഡ് ടു കണ്ടൻസിങ് ടെമ്പറേച്ചർ. നമ്മൾ കണ്ടൻസ് ചെയ്യിപ്പിക്കുന്ന ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലായിരിക്കണം ഇത് ഫേസ് ചേഞ്ച് നടത്തുന്നതായിട്ടുള്ള അതിൻ്റെ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പവർ റിക്വയർമെൻറ്റ് കുറയ്ക്കാം. ഒത്തിരി ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും എന്ത് ചെയ്യണം? പവർ കൊടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പം അത്രയും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നോക്കി സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫ്രീസിങ് ടെമ്പറേച്ചറാണ്. അതായത് ഫ്രീസിങ് ടെമ്പറേച്ചർ മസ്റ്റ് ബിലോ ദി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ടു അവോയ്ഡ് സോളിഡിഫിക്കേഷൻ ആൻഡ് ചോക്കിംഗ് ഓഫ് ദി ഫ്ലോ. അതായത് ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെക്കാളും എപ്പോഴും താഴെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സോളിഡിഫിക്കേഷനും അതുപോലെ ചോക്കിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റാണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി റെഫ്രിജറൻറ്റ് ലിക്വിഡ് ഷുഡ് ബി ലോ ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് വേപ്പർ ഫോംഡ് ഡ്യൂറിങ് ദ ത്രോട്ടിലിംഗ് പ്രോസസ്സ്. അതായത് ത്രോട്ടിലിംഗ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ എന്താണ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ മെയിൻലി പ്രഷറാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്പെസിഫിക് ഹീറ്റ് നമ്മുടെ റെഫ്രിജറൻറ്റ് ലിക്വിഡിൻ്റെ എപ്പോഴും ലോ ആയിട്ടുള്ളതായിരിക്കണം എടുക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവിടെ സ്യൂട്ട് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഓഫ് വേപ്പർ ഫോം അവിടെ വെച്ച് കൂടും. അത് കൂടാതിരിക്കാൻ വേണ്ടി, കാരണം നമുക്ക് ലിക്വിഡായിട്ടാണ് വേണ്ടത്, അവിടെ വെച്ചത് കൂടരുത്. അതുകൊണ്ട് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലോ ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. സോ ഷുഡ് ബി ഹൈ ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറൻറ്റ് ടു ബി സർക്കുലേറ്റഡ്. അതായത് വേപ്പറൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് നമ്മൾ ഹൈ ആയിട്ടുള്ളത് വേണം സെലക്ട് ചെയ്യാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. മീൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മെറ്റീരിയൽ മതി, പക്ഷെ കൂടുതലായിട്ടത് ഉപയോഗപ്പെടുത്താം. അങ്ങനെയാണ് നമ്മളതിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നുള്ളത് സ്പെസിഫിക് വോളിയമാണ്. സോ ഇറ്റ് ഷുഡ് ബി
ലോ ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് കംപ്രസർ. നമ്മൾ ആ സ്പെസിഫിക് വോളിയം കുറയ്ക്കും തോറും നമുക്ക് എന്ത് ചെയ്യാം, പല കമ്പോണൻറ്റിൻ്റെയും സൈസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിസ്കോസിറ്റിയാണ്. ഇറ്റ് ഷുഡ് ബി ലോ ടു റെഡ്യൂസ് പ്രഷർ ഡ്രോപ്പ്, സൈസ് ഓഫ് പൈപ്പ്, വാൽവ് എക്സെട്ര. ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വിസ്കോസിറ്റി എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ഇറ്റ് ഷുഡ് ബി ഹൈ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ. നമ്മുടെ കംപ്രസറിനകത്തും ഇവാപ്പറേറ്ററിലും ഉള്ള അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. അതായത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം ത്രൂ ഔട്ട് ദ റിക്വയർഡ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ. ഏത് ഓപ്പറേഷൻ കടത്തിവിട്ടാലും ഈ റെഫ്രിജറൻറ്റ് അതിൻ്റെ കെമിക്കലി സ്റ്റേബിളായിട്ട് തന്നെ തുടരണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻഫ്ലേമബിലിറ്റിയാണ്. ഷുഡ് ബി നോൺ ഇൻഫ്ലേമബിൾ ടു അവോയ്ഡ് ഫയർ ഡ്യൂറിങ് ഓവർ ഹീറ്റഡ് കണ്ടീഷൻ. ചില സമയത്തുള്ള ഓവർ ഹീറ്റിങ്ങിൽ ഇതെന്ത് സംഭവിക്കാൻ പാടില്ല, ഫ്ലെയിം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു റെഫ്രിജറൻ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കൊറോസീവ്നെസ് ആയിരിക്കണം, അതായത് നോൺ കൊറോസീവ് വെൻ കോൺടാക്ട് വിത്ത് മെറ്റൽ. ഒത്തിരി മെറ്റൽസ് ഉണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നോൺ കൊറോസീവ് ആയിട്ടുള്ളത് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എന്നത് ടോക്സിസിറ്റിയാണ്. അതായത് നോൺ ടോക്സിക് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുത്താൽ എന്താണ്, നമ്മുടെ ഫുഡ് സ്റ്റഫ് അല്ലെങ്കിൽ നമ്മൾ ഏത് മെറ്റീരിയലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളോ ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ടോക്സിക് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിലേക്ക് അത് പകരും, നമുക്ക് അത് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നോൺ ടോക്സിക് ആയിട്ടുള്ളതായിരിക്കണം നോക്കേണ്ടതിനാണ് ടോക്സിസിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലീക്കേജ് ഡിറ്റക്ഷനാണ്. ദ റെഫ്രിജറൻറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ലീക്കേജ് ഈസ് സിമ്പിൾ. അതായത് ലീക്കേജ് ഡിറ്റക്ഷൻ കാണിക്കാൻ വേണ്ടി അതിന് എന്തെങ്കിലും ഒരു കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതരം ആയിട്ടുള്ള നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലീക്കേജ് ഡിറ്റക്ഷൻ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി ഓയിൽ സോലുബിലിറ്റിയാണ്. നോട്ട് റിയാക്ട് വിത്ത് ഓയിൽ. ഇറ്റ് ഷുഡ് ബി മിക്സ് വിത്ത് ഓയിൽ ആൻഡ് ആക്ട് ആസ് എ ബെറ്റർ ലൂബ്രിക്കേഷൻ ഓഫ് ദി കംപ്രസർ. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റിൻ്റെ കൂടെ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓയിൽ അവിടെ ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ കംപ്രസറിനകത്തെ ലൂബ്രിക്കേഷന് വേണ്ടി കൊടുക്കുന്ന നമ്മുടെ ഓയിൽ ഇതുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സോലുബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി, ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റെഫ്രിജറൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ അമോണിയയും അതുപോലെ കാർബൺ ഡയോക്സൈഡും ഫ്ലൂറോ കാർബണും എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം 100% ശരിയാണ് എങ്കിൽ മാത്രമേ ആ റെഫ്രിജറൻറ്റിനെ നമ്മളിതിലേക്ക് കൊണ്ടുവരാറുള്ളൂ. താങ്ക് യു.